ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ കിഷ്കിന്ധാകാന്ഡം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദരകാന്ഡത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സമ്പാദിയും സുഭാഷനും ഹിമാലയത്തെ ലക്ഷ്യമാക്കി വടക്കോട്ട് പറന്നു. അംഗദനും സൈന്യവും തെക്കോട്ട് നടന്നു. കൂവിയും വിളിച്ചും സിംഹനാദം പോലെ അലറിയും നിന്നു. ഭയാനകമായ തിരമാലകൾ അവർ കണ്ടു. ആകാശമണ്ഡലം ഇരുട്ട് നിറഞ്ഞതായി അവർക്ക് തോന്നി. അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് എന്ന മട്ടിൽ സമുദ്രജലം തിരയടിച്ചു. കടൽ ജീവികൾ പലതരം ശബ്ദം പൊഴിച്ചു. പർവ്വതം പോലെ വലിപ്പമുള്ള ജലജന്തുക്കളെ ഭയന്ന് ആരും വെള്ളത്തിൽ ഇറങ്ങിയില്ല. കരയ്ക്ക് നിൽക്കാൻ തന്നെ ഭയം. അപ്പോൾ അംഗദൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാം. നാളെ സമുദ്രം തരണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിക്കാം. അങ്ങനെ സാഗരതീരത്ത് പാർക്കാനായി ഇലകൊണ്ട് കുടീരങ്ങൾ തീർത്തു. കടൽ തീരത്ത് കപിജനങ്ങളെല്ലാം അന്ന് രാത്രി കഴിഞ്ഞുകൂടി. പ്രഭാതത്തിൽ എല്ലാവരും ഒത്തുകൂടി സേനാപതി അംഗദൻ്റെ മുമ്പിൽ തൊഴുകൈയോടെ നിന്നു. എന്നിട്ട് എങ്ങനെയാണ് ഈ വിഷമഘട്ടം താണ്ടേണ്ടത് എന്ന് ആലോചിച്ചു. അംഗദൻ ചോദിച്ചു, ആരാണ് കടൽ കടന്ന് ലങ്കയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്? ആരാണ് സുഗ്രീവ രാജാവിൻ്റെ പ്രസാദം നേടുന്നത്? ആരാണ് സുഗ്രീവൻ്റെ സത്യം പാലിക്കുന്നത്? ആരാണ് രാമന് ഉപകാരം ചെയ്യാൻ പോകുന്നത്? ഏതു വീരനാണ് സ്വജനങ്ങളുടെ എല്ലാം ആപത്ത് നീക്കുന്നത്? ഈ വിധം ഓരോരുത്തരോടായിട്ടും അംഗദൻ ചോദിച്ചു. ഓരോരുത്തരും പറഞ്ഞു, ഞാൻ ഇത്ര യോജന ചാടിക്കടക്കാം. അതായത് യമനന്ദനായ ഗയൻ ആദ്യം പറഞ്ഞു, ഞാൻ 10 യോജന ചാടിക്കടക്കാം. ഗയ സഹോദരൻ ഗവയൻ 20 യോജന ചാടുമെന്ന് പറഞ്ഞു. മുഖ്യസേനാധിപതിയായ ശാരദൻ സമുദ്രത്തിൽ 40 യോജന ചാടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരും 40, 50, 60, 70 പറഞ്ഞെങ്കിലും 100 യോജന കടന്നാൽ മാത്രമേ ലങ്കയിൽ എത്തത്തുള്ളൂ. അങ്ങനെ ആർക്കും 100 യോജന ചാടുന്ന കാര്യം പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അംഗദൻ പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ പോകാം, എനിക്ക് ചാടിക്കടക്കാൻ പറ്റും, പക്ഷേ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അംഗദൻ്റെ വാക്കുകേട്ട് ജാംബവാൻ പറഞ്ഞു, വീര, എന്താണിങ്ങനെ സംസാരിക്കുന്നത്? ബാലി ത്രിഭുവനങ്ങളിലും വിക്രമനായിരുന്നു. ബാലിയുടെ വിക്രമം പുത്രനും കിട്ടുമല്ലോ. അതുകൊണ്ട് മറുകര എത്തി തിരിച്ചു വരാൻ അങ്ങേക്ക് തീർച്ചയായിട്ടും കഴിയും. പക്ഷേ രാജാവ് ഇത്ര കഠിനമായ അധ്വാനം ചെയ്യേണ്ടതില്ല. രാജാവ് സൈന്യത്തെ ഉപേക്ഷിച്ചു പോയാൽ നിയമവും നിയന്ത്രണങ്ങളുമൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങ് ആജ്ഞ ചെയ്താൽ മതി. ഞങ്ങൾ സേവകർ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളും. വാനരന്മാരുടെ രാജാവാണ് അങ്ങ്. അപ്പോൾ അംഗദൻ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ എന്താണ് ചെയ്യുക? ഇവിടെ ആരും ചുമതല ഏൽക്കുന്നില്ല. നമുക്ക് ഈ കാര്യം ചെയ്തേ മതിയാകൂ. എന്താണ് ഇതിനൊരു മാർഗം? അപ്പോൾ ജാംബവാൻ പറഞ്ഞു, ഇവിടെ തന്നെ അങ്ങനെ ഒരാളുണ്ട്. അതാരാണ് എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ കുനിഞ്ഞ് എന്തു ചെയ്യണം എന്നറിയാൻ മേലാതെ ഇരിക്കുന്ന ഹനുമാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാംബവാൻ പറഞ്ഞു, പുത്ര, നീ മഹാബലവാനാണ്. രാമകാര്യം അനുഷ്ഠിച്ചാലും. അപ്പോൾ അംഗദൻ പറഞ്ഞു, ശരിയാണ് മന്ത്രി ജാംബവാൻ. ഹനുമാന് എന്തു ഗുണങ്ങളാണ് ഇല്ലാത്തത്? എല്ലാ ഗുണങ്ങളുടെയും നിറകുടമാണല്ലോ ഹനുമാൻ. ജാംബവാൻ പറഞ്ഞതും അംഗദൻ പ്രശംസിച്ചതും കേട്ടപ്പോൾ വാനരന്മാർ ഹനുമാന്റെ ആരാധകരായി. ചിലർ കൈ പിടിച്ചു, ചിലർ തോളിൽ പിടിച്ചു. ജാംബവാൻ പറഞ്ഞു, വീര, ശ്രദ്ധിക്കുക. നിന്റെ ജന്മകഥ ഞാൻ പറയാം. ഒരു വിദ്യാധാരി
വിശ്വാമിത്രൻ്റെ ശാപത്താൽ വാനര സ്ത്രീയായി പിറന്നു. അവൾക്ക് അഞ്ജന എന്ന ഒരു പുത്രി ഉണ്ടായി. കേസരി എന്ന വാനരൻ അവളെ വിവാഹം കഴിച്ചു. ഭാര്യയെയും കൊണ്ട് കേസരി സ്വന്തം സ്ഥലമായ മലയപർവ്വതത്തിലേക്ക് പോയി. ചൈത്രമാസം വസന്ത ഋതു അവർ മലയസാനുക്കളിൽ സന്തോഷമായി താമസിച്ചു. വായു ഭഗവാൻ മലയത്തിലെത്തി. അഞ്ജനയുടെ മനസ്സിളകി. വായു ഭഗവാൻ അഞ്ജനയുടെ രൂപം കണ്ട് മോഹിച്ചു. ദുർജയനായ കേസരിക്കും അഞ്ജനയുടെ മനസ്സ് മാറ്റാനായില്ല. ആ ഇടയ്ക്ക് അഞ്ജന നർമ്മദയിൽ ഋതുസ്നാനത്തിന് ചെന്നു. അവിടെ വെച്ച് വായു അവളുമായി രമിച്ചു. അഞ്ജന പവനനോട് സങ്കടം പറഞ്ഞു. ദേവതയായ അങ്ങ് വാനര സ്ത്രീയുമായി രമിച്ചല്ലോ. എൻ്റെ പതിവ്രതാധർമ്മത്തിനും അങ്ങയുടെ ദേവത്വത്തിനും ഇത് ഹാനി വരുത്തുമല്ലോ. ഉടനെ പവനൻ മറുപടി പറഞ്ഞു, അഞ്ജനെ മറുത്തൊന്നും പറയരുത്. നിനക്ക് ഒരു പുത്രനുണ്ടാകും. ആ പുത്രൻ മഹാവീരനായിത്തീരും. എന്നേക്കാൾ വലിയ വേഗതയുള്ളവനാവും. വാനരപ്രഭുവായ കേസരിക്ക് ഭരദ്വാജ മുനി നൽകിയ വരമാണിത്. ദേവതാസംഗമം പതിവ്രതാധർമ്മത്തിന് ഒരിക്കലും ഹാനി വരുത്തുകയില്ല. ഇപ്രകാരം പറഞ്ഞ് പവനൻ സ്വസ്ഥാനത്തേക്ക് പോയി. 18-ാം മാസത്തിൽ ഒരമാവാസി ദിവസം ഹനുമാൻ ജനിച്ചു. അമ്മയുടെ മടിയിലിരുന്ന് കുട്ടി പാല് കുടിക്കുന്നു. ചെന്നിറത്തിലുള്ള സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചുയർന്നു. പഴുത്തു ചുവന്ന ഫലമാണെന്ന് കരുതി ആ ശിശു അതിനെ പിടിക്കാനായി കുതിച്ചു ചാടി. പർവ്വതത്തിൽ നിന്നും 1,00,000 യോജന ഉയരത്തിലാണ് സൂര്യൻ. ഒറ്റച്ചാട്ടത്തിന് സൂര്യമണ്ഡലത്തിന് അടുത്തെത്തി. ആ സമയത്ത് സൂര്യനെ വിഴുങ്ങാൻ രാഹു വരുന്നുണ്ടായിരുന്നു. ഹനുമാനെ കണ്ട് ഭയവും ശങ്കയും പെരുത്ത രാഹു ഇന്ദ്രൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു. രാഹു പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ വിചാരിച്ചു, സൂര്യനെ വിഴുങ്ങാൻ രാഹു അല്ലാതെ മറ്റാരാണ് വരുന്നത്? ഐരാവതത്തിൻ്റെ മേൽ കയറി ഇന്ദ്രൻ അവിടേക്ക് വന്നു. സൂര്യനെ വിഴുങ്ങാനായി ഹനുമാൻ വരുന്നത് കണ്ടു. സൂര്യനെ വെടിഞ്ഞ് തന്നെ വിഴുങ്ങിക്കളയുമോ എന്നോർത്ത് ഇന്ദ്രൻ ഭയന്നു. ഐരാവതത്തിൻ്റെ കുങ്കുമമണിഞ്ഞ മുഖം കണ്ട് ഹനുമാന് കൗതുകം തോന്നി. സൂര്യനെ ഉപേക്ഷിച്ച് ഐരാവതത്തെ ഗ്രസിക്കുവാൻ ചെന്നു. ഭയപ്പെട്ട ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു. വജ്രായുധമേറ്റ ഹനുമാന് ബോധം കെട്ടു മലയപർവ്വതത്തിൽ വീണു. ഹനുമാന്റെ താടിക്ക് മുറിവ് പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് വന്നത്. ഈ വിധം ഹനുമാന്റെ ജനനകഥ അവിടെ എല്ലാവരോടും പറഞ്ഞു. അത് ഹനുമാന്റെ ആത്മവീര്യം വർദ്ധിപ്പിച്ചു. ജാംബവാൻ പറഞ്ഞ കഥ കേട്ട് ഹനുമാൻ പറഞ്ഞു, ഞാൻ വാനര സൈന്യത്തിന് അഭയം നൽകും. അംഗദവീരന്റെ മാനം രക്ഷിക്കും. മഹാബലവാനായി ഞാൻ 100 വട്ടം സമുദ്രം തരണം ചെയ്ത് ലങ്കാപുരിയിലെത്തും. ഞാൻ ഒരുവൻ തന്നെ ശത്രുവിനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് ശ്രീരാമചന്ദ്രന് നൽകും. ആരും ഭയപ്പെടേണ്ട, സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ. വാനരന്മാർ ഏകസ്വരത്തിൽ പ്രശംസിച്ചു. ത്രിഭുവന വീരനായ ഹനുമാൻ അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഈ അജയ്യമായ ബലത്തിന് ഒരു കുറവും വരികയില്ല. വാനരന്മാർ ഹനുമാന്റെ കഴുത്തിൽ സുഗന്ധപുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാല ചാർത്തി. ഹനുമാൻ പറഞ്ഞു, ഞാൻ സമുദ്രതരണത്തിനായി ചാടുമ്പോൾ കുതിക്കുന്നതിൻ്റെ ഭാരം താങ്ങാതെ ഭൂമി ഉലയും. അതുകൊണ്ട് എല്ലാവർക്കും മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോകാം. അവിടെ നിന്ന് കുതിച്ചു പൊങ്ങാം. ഹനുമാൻ പറഞ്ഞതു കേട്ട് കപിഗണമാകെ ആ പർവ്വതത്തിലേക്ക് കയറി. അവർ ചെന്നു കയറിയപ്പോഴേക്കും സിംഹം, വ്യാഘ്രം തുടങ്ങിയ ജീവികളൊക്കെ ഭയന്നോടി. ഹനുമാൻ 40 യോജന ഉയരമുള്ള ശരീരത്തോടെ നിവർന്നു നിന്നു. ആകാശത്തിൽ ചെന്ന് മുട്ടുമെന്ന് തോന്നി. മഹേന്ദ്ര പർവ്വതത്തിനു മുകളിൽ ഒരു കുട്ടിപ്പർവ്വതം കൂടി വന്നു കയറിയതുപോലെ ശോഭിച്ചു. ആകാശത്തിൽ ദേവന്മാരും കിന്നരന്മാരും ഈ കാഴ്ച കാണാനായി വന്നു. വിദ്യാധരന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, സിദ്ധന്മാർ തുടങ്ങിയ എല്ലാവരും എത്തി. വാനരന്മാർ പല വർണ്ണപ്പൂക്കൾ കൊണ്ട് ഒരു മാല കെട്ടിയുണ്ടാക്കി. യുവരാജാവ് സ്വന്തം കൈകളാൽ ആ മാല പവനതനയൻ്റെ കഴുത്തിൽ സമർപ്പിച്ചു. ഹനുമാൻ ആ മാല അണിഞ്ഞപ്പോൾ രത്നമാല അണിഞ്ഞ ഐരാവതത്തെ പോലെ ശോഭിച്ചു.
ഹനുമാൻ ഗണേശനെയും പഞ്ചദിക്പാലകരെയും ഉമാമഹേശ്വരന്മാരെയും കുബേരനെയും ദേവേന്ദ്രനെയും ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും വിഷ്ണുപത്നിമാരെയും നമസ്കരിച്ചു. അഞ്ജന, കേസരി, പിതാവ് വായുഭഗവാൻ എന്നിവരെ നമിച്ചു. രാജാ സുഗ്രീവനെ വന്ദിച്ചു. ശ്രീരാമലക്ഷ്മണ സീതാപാദങ്ങളിൽ മനസ്സുറപ്പിച്ചു. ശ്രീരാമദേവനെ ചിന്തിച്ചു. ആ ചിന്തയിൽ രാമരൂപം മനസ്സിൽ തെളിഞ്ഞു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം നേടിയ പവനനന്ദനൻ കവിഗണത്തിനോട് പറഞ്ഞു, ഞാൻ ഇനി ഒന്നും ആലോചിക്കുന്നില്ല. രാമകൃപാ കടാക്ഷത്തിന് പാത്രമായിരിക്കുന്നു. സമുദ്രം കുളമ്പ് ചാല് പോലെ ആയിരിക്കുന്നു. 100 കോടി പ്രാവശ്യം ഞാനിത് ലംഘിക്കും. രാവണനെ സകുലം വധിച്ച് ലങ്കാനഗരവും കൊണ്ടുവരാൻ കഴിയും. കടലിലെ ജലമാകെ കയ്യിലെടുത്തു കുടിക്കാനും ബ്രഹ്മാണ്ടത്തെ തന്നെ താഴ്ത്തിയും പൊക്കിയും കളിക്കാനും എനിക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞ് സാഗരലംഘനത്തിന് തയ്യാറായി തെക്കോട്ട് തിരിഞ്ഞു നിന്നു. മനസ്സ് ശ്രീരാമചന്ദ്രൻ്റെ തൃപ്പാദങ്ങളിൽ ഉറപ്പിച്ചു. ഗുണനിധിയായ വായുപുത്രൻ കടൽ കടക്കുവാനായി സ്വന്തം ശരീരത്തെ ദശയോജന വിസ്താരമുള്ളതാക്കി വികസിപ്പിച്ചു. ഗിരിശിരസിൽ മറ്റൊരു ഗിരിയെ കയറ്റി വെച്ചതുപോലെയായിരുന്നു അത്. കണ്ണുകൾ സൂര്യബിംബം പോലെ ജ്വലിച്ചു. ശ്വാസനാദം തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. വാല് പുളഞ്ഞു. പിറകിൽ തലയ്ക്ക് മുകളിൽ വന്നു നിന്നു. മേരുപർവ്വതത്തിൻ്റെ മുകളിൽ അനന്തൻ പത്തി വിരിച്ചു നിൽക്കുന്നത് പോലെയായിരുന്നു ഹനുമാന്റെ വാല്. മഹേന്ദ്രപർവ്വതം ഹനുമാന്റെ ഭാരം താങ്ങാൻ വയ്യാതെ 100 യോജന ചരിഞ്ഞു. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞു. അപ്പോൾ മാരി പോലെ പൂക്കൾ ചൊരിഞ്ഞു. മരങ്ങൾ ഉലഞ്ഞപ്പോൾ ശാഖകളിലിരുന്ന ലക്ഷക്കണക്കിന് പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ഹനുമാൻ ഉയർന്നു പൊങ്ങി തെക്കോട്ട് സഞ്ചരിച്ചു. മാരുതി ഇപ്രകാരം പോകുന്നത് കണ്ട് ദേവന്മാർ സുരസയെ വിളിച്ചു പറഞ്ഞു, സാഗരമാതാവേ, അസാധാരണ ശക്തിയോടുകൂടി പ്രവർത്തിച്ച് ഞങ്ങളുടെ ഈ ഒരു സംശയം അങ്ങ് തീർത്തു തരണം. ശ്രീരാമചന്ദ്ര പത്നിയുടെ വിവരങ്ങൾ അറിയുവാൻ വായുതനയൻ ലങ്കയിലേക്ക് പോകുന്നു. അവൻ്റെ ബുദ്ധിയും ബലവും വേഗവും എത്രയുണ്ടെന്നറിയാൻ ദേവി ചെന്ന് അവൻ്റെ വഴി മുടക്കണം. ഉദ്ദേശിച്ച കാര്യം സാധിച്ചിട്ട് തിരികെ പോകുവാൻ അവന് സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയണം. അതിനായി ഘോരരൂപം ധരിച്ച് മാരുതിയുടെ വഴിയിൽ തടസ്സമായി നിൽക്കണം. ഇതുകേട്ട് സർപ്പമാതാ സുരസ രാക്ഷസീ രൂപം ധരിച്ചു. എന്നിട്ട് ഹനുമാനെ തടയുന്നതിനായി പുറപ്പെട്ടു. ഭീകരാകൃതി പൂണ്ടു ഹനുമാന്റെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, എടാ വാനര, നീ എങ്ങോട്ട് പോകുന്നു? എൻ്റെ വായിൽ പോകുവാൻ വേണ്ടി വന്നതല്ലേ? എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നു. നിന്നെ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. ദേവന്മാർ എന്നോട് വളരെ കൃപ കാണിച്ചിരിക്കുന്നു. നിന്നെ ഇവിടെ കൊണ്ടുവന്നു തന്നല്ലോ. ഇനി ഒട്ടും വൈകേണ്ട, വേഗം എൻ്റെ വായിൽ വന്ന് കയറിക്കൊള്ളുക. ഹനുമാൻ സുരസയെ ആദരിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദശരഥപുത്രൻ ശ്രീരാമചന്ദ്രൻ പിതൃവാക്യമനുസരിച്ച് ദണ്ഡകാരണ്യവനത്തിൽ വന്ന് താമസിക്കുന്നു. ലങ്കാപുരിയുടെ നാഥനായ ദശാനനൻ ഒരു കുറ്റവും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ പത്നിയെ അപഹരിച്ചു. ഞാൻ ആ ദേവിയുടെ വിവരം അറിയാൻ പോവുകയാണ്. ഒരു തരത്തിലും അതിനൊരു തടസ്സമുണ്ടാക്കരുതേ. ആ രാമചന്ദ്രപ്രഭു എല്ലാവരുടെയും ഹിതം ചെയ്യുന്നു. അദ്ദേഹത്തിന് അഹിതം ചെയ്യുന്നത് ഉചിതമല്ല. അമ്മയും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരമാണ് ചെയ്യേണ്ടത്. അത്യാവശ്യമുണ്ടെങ്കിൽ പറയൂ. സീതാദേവിയുടെ വാർത്ത രാമചന്ദ്രന് കൊണ്ടുചെന്ന് കൊടുത്ത ശേഷം ഞാൻ വന്ന് അമ്മയുടെ വായിൽ കയറി ഭക്ഷണമായിക്കൊള്ളാം. ഈ പറഞ്ഞതിൽ ഒരു സംശയവും വേണ്ട. ഞാനിതാ സത്യം ചെയ്യുന്നു. സുരസ അത് സമ്മതിച്ചില്ല. അത് ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു പ്രാണിയും ഇന്ന് വരെ തിരികെ പോയിട്ടില്ല. ഹനുമാൻ അത് കേട്ട് അത്യന്ത രോഷത്തോടെ പറഞ്ഞു, ദുഷ്ടേ, ഏത് വായ കൊണ്ടാണ് നീ എന്നെ ഭക്ഷിക്കാൻ പോകുന്നത്? ആ വായ കാണിക്കൂ, ഞാൻ അതിൽ പ്രവേശിക്കാം. സുരസ 20 യോജന വിസ്താരത്തിൽ വായ പൊളിച്ചു. അത് കണ്ട് മാരുതി സ്വന്തം ശരീരം 30 യോജന വലുതാക്കി നിന്നു. സുരസ വായ 40 യോജന വലുതാക്കി. അപ്പോൾ വായുപുത്രൻ തൻ്റെ ശരീരം 50 യോജനയാക്കി. സുരസ വീണ്ടും തൻ്റെ ശരീരം 60 യോജനയാക്കി. ഹനുമാൻ തൻ്റെ ശരീരം 90 യോജനയാക്കി. സുരസ സ്വന്തം വായ 100 യോജനയാക്കി വർദ്ധിപ്പിച്ചു. അതുകണ്ട ഹനുമാൻ ഇത് വെറുമൊരു സാധാരണ രാക്ഷസിയല്ല എന്ന് നിശ്ചയിച്ച് സുരസയുടെ വദനഗുഹയിൽ കടന്നു.
ഉടൻ തന്നെ സുരസ ചുണ്ടുകൾ കൂട്ടി വായടച്ചു. അതുകണ്ട് വീരൻ തള്ളവിരലോളം ചെറുതായി കർണത്തിലൂടെ പുറത്തു കടന്ന ശേഷം ഇപ്രകാരം സ്തുതിച്ചു: സാഗരമാതാവേ, തൃപ്പാദങ്ങളിൽ നമസ്കാരം. അവിടുത്തെ വാക്കനുസരിച്ച് ഞാൻ വായിൽ കടന്നു. ഇനി എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ രാമകാര്യത്തിനായി സീതയെ തേടി പോകുന്നു. അമ്മ എന്നെ തടഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അക്കാര്യം നടത്തുന്നത്? അമ്മ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ മഹാസങ്കടമാകും. തിരികെ വന്ന ശേഷം ഞാൻ അടുത്തു വരാം. അപ്പോൾ എന്നെ തിന്നുകൊള്ളുക. സീതയെ തേടി ഞാൻ ലങ്കയിലേക്ക് പോവുകയാണ്. അനുവദിക്കുന്നെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. എനിക്ക് ഒരു ഭയവുമില്ല. സുരസ അപ്പോൾ സ്വന്തം രൂപം ധരിച്ചു. എന്നിട്ട് വായുപുത്രനോട് പറഞ്ഞു: പ്രിയപ്പെട്ട ഹനുമാൻ, നീ പൊയ്ക്കൊള്ളുക. എല്ലാ ദേവന്മാരും നിനക്ക് മംഗളങ്ങൾ അർപ്പിക്കട്ടെ. നിന്റെ വീരപരാക്രമങ്ങൾ അറിയുവാൻ ദേവന്മാരെല്ലാവരും കൂടി എന്നെ അയച്ചതാണ്. അതറിഞ്ഞിരിക്കുന്നു. ഇനി നീ പൊയ്ക്കൊള്ളുക. സീതാരാമന്മാരെ ഒന്നിപ്പിച്ചാലും. ഇത്രയും പറഞ്ഞിട്ട് നാഗമാത മടങ്ങിപ്പോയി. പൂർവ്വരൂപം ധരിച്ച് ഹനുമാൻ യാത്ര തുടർന്നു. ഒരു നിമിഷം പോലും വൈകിയില്ല. ഹനുമാന്റെ പരാക്രമങ്ങൾ കണ്ട് ദേവന്മാരെല്ലാവരും പ്രശംസിച്ചു. വായുപുത്രൻ ഹനുമാൻ ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ സിംഹിക എന്ന രാക്ഷസി ഹനുമാനെ കണ്ട് വിചാരിച്ചു: ഇന്ന് വയർ നിറയാനുള്ള വകയായി. ആകാശത്തിൽ കൂടെ വലിയ ഒരു ജന്തു പോകുന്നുണ്ട്. ഇതിൻ്റെ നിഴൽ പിടിച്ച് ആകർഷിച്ച് കൊണ്ടുവന്ന് തിന്നാം. ഇങ്ങനെ വിചാരിച്ച് നിഴലിൽ സ്പർശിച്ചു. താഴേക്ക് ആകർഷിക്കാൻ തുടങ്ങി. അവളുടെ ആകർഷണം നിമിത്തം സ്വന്തം വേഗത കുറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ നേരെ ചുവട്ടിലായി പാതാളം പോലെ പിളർന്ന വായുമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു നിശാചരിയെ കണ്ടു. അപ്പോൾ ഹനുമാൻ സമ്പാതി പറഞ്ഞത് ആലോചിച്ചു. സമ്പാതി വാക്യം അനുസ്മരിച്ചപ്പോൾ ഇത് ആ ദുഷ്ടയായ സിംഹികാ രാക്ഷസിയാണെന്ന് മനസ്സിലായി. വഴിയിൽ കിടക്കുന്ന ഈ മുള്ള് നിശേഷമില്ലാതാക്കണമെന്ന് നിശ്ചയിച്ച് സിംഹികയുടെ വായിൽ ഹനുമാൻ കടന്നു. അവൾ വായ കൂട്ടി. ഹനുമാൻ അവളുടെ ശരീരത്തിലേക്ക് താണു. നഖങ്ങൾ കൊണ്ട് ഹൃദയം പിച്ചിച്ചീന്തി അവളുടെ കഥ കഴിച്ചിട്ട് മാറിടം പിളർന്ന് ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ആ പടുകൂറ്റൻ ശരീരം കറങ്ങിക്കറങ്ങി സമുദ്രത്തിൽ വീണു. കോടിക്കണക്കിന് ജലജീവികളുടെ ഭയം അങ്ങനെ തീർന്നു. അനേകം ജീവികളുടെ മാംസം തിന്ന അവളുടെ മാംസം അനേകം ജീവികൾ തിന്ന് പ്രതികാരം ചെയ്തു. സിംഹികയുടെ മൃത്യു കണ്ട് ദേവന്മാരൊക്കെ മാരുതിയെ പ്രശംസിച്ചു. സർവ്വവിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. നീ ചെയ്ത സിംഹികാവധത്തിന് തുല്യമായ ഒരു പ്രവൃത്തി ത്രിലോകങ്ങളിലുമില്ല. നിരാലംബരായി 100 യോജന തരണം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് സിംഹികാവധം. ഇവളെ ഭയന്ന് എത്രയോ ദേവന്മാർ ഈ വ്യോമമാർഗം ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവളെ വധിച്ച് നീ എല്ലാവരെയും രക്ഷിച്ചു. നിനക്ക് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് ദേവന്മാർ ആശംസിച്ചു. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ലങ്ക കാണപ്പെട്ടു. അപ്പോൾ ഹനുമാൻ വിചാരിച്ചു: ഇപ്രകാരം വലിയ ദേഹവും കൊണ്ട് ലങ്കയിൽ കടന്നാൽ എല്ലാവരും എന്നെ കണ്ട് സംശയിക്കും. അതിനാൽ കൃശശരീരനായിട്ട് ലങ്കയിൽ കടക്കാം. തക്ക സമയം നോക്കി കാര്യം നടത്താം. സമുദ്രം ലംഘിച്ച് സുബോൾ പർവ്വതത്തിൻ്റെ മുകളിലെത്തി. ലങ്കാദ്വീപ് ആകെ വിറയ്ക്കാൻ തുടങ്ങി. സീതാദേവിയുടെയും രാവണൻ്റെയും ശരീരത്തിൻ്റെ ഇടതുഭാഗം തുടിച്ചു. ഹരേ കൃഷ്ണ. 100 യോജനയാണ് ഹനുമാൻ ചാടിക്കടന്നത്. പക്ഷേ വഴിയിൽ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തി. പക്ഷെ ഒട്ടും തന്നെ വായുപുത്രന് ക്ഷീണം ഇല്ലായിരുന്നു. ഹരേ കൃഷ്ണ. സുന്ദരകാണ്ഡത്തിലെ ഈ സാഗര ലംഘന കഥ ഒരു അമൃതാണ്. അങ്ങനെ പറയാൻ കാരണം ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും അയാളുടെ പാപം നശിക്കും. അയാളുടെ ഈ ജന്മത്തിലെ മാത്രമല്ല, കഴിഞ്ഞ 7 ജന്മങ്ങളുടെയും പാപം നശിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാമായണം മുഴുവൻ വായിച്ചില്ലെങ്കിലും സുന്ദരകാന്ഡമെങ്കിലും വായിച്ചിരിക്കണമെന്ന്. ഹരേ കൃഷ്ണ. കാരണം തൻ്റെ സ്വാമിക്ക് വേണ്ടി വലിയ ഒരു കാര്യമാണ് ഇവിടെ ഹനുമാൻ സ്വാമി നിർവഹിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. കഥ എല്ലാവർക്കും മനസ്സിലായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇത് അയച്ചു കൊടുക്കണം. എല്ലാവരും നാമം ചൊല്ലണം. ഹരേ കൃഷ്ണ.